ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന സമയം നമുക്ക് രണ്ട് കാര്യങ്ങൾ വിട്ടിട്ട് പോയി. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബ് അല്ലാഹി വസുന്നത റസൂലിഹി. നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യം വിട്ടിട്ട് പോകുന്നുണ്ട്, അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിവഴക്കുകയില്ല. ഒന്ന് അള്ളാഹുവിന്റെ കിതാബും രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും. ശർമ്മ സ്നേഹമായി നമുക്ക് നമ്മളെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് എത്ര അന്തസ്സ്, എത്ര അഭിമാനമല്ലേ. നമ്മൾ സാധാരണ പറയൽ തന്നെ സങ്കടം തോന്നും, അത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മളെ നബിക്കൊരു വിലയില്ല. നമ്മളെ നബിക്കൊരു വിലയില്ല സഹോദരന്മാരെ. അത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ളതാണ്. ഈ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് സഹോദരന്മാരെ, ദുനിയാവുള്ള മുഴുവൻ വസ്തുക്കളും ത്രാസിന്റെ ഒരു തട്ടിലും ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് ഒരു തട്ടിലും വെച്ചാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ് തൂങ്ങുക. അള്ളാഹ്ക്ക് അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തിനോടാണ് ഇഷ്ടം, ഹബീബിനോടാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് നമ്മുടെ ജീവിതം സഹോദരന്മാരെ സുന്നത്ത് നിന്ന് ഖാലിയാണ്. നമ്മുടെ ജീവിതം സുന്നത്ത് നിന്ന് ഖാലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്കാ നഹി സക്ത. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല. മുഹമ്മദ് റസൂലുള്ളാഹ് ചുപ്പാ നഹി സക്ത. മുഹമ്മദ് റസൂലുള്ളാഹ് ഒളിപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് എവിടെ ഉണ്ടായാലും പുറത്തുണ്ടാവുക. ജീവിതം മുഴുവൻ കണ്ടാൽ, ഒരാളെ കണ്ടാൽ അറിയാം ഇയാൾ പോലീസുകാരനാണ്, ഇയാളെ കണ്ടാൽ അറിയാം ഇയാൾ ഡ്രൈവറാണെന്ന്, ഇയാളെ കണ്ടാൽ അറിയാം ഇയാൾ മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്ന ആളാണെന്ന്. ഓരോരുത്തരും കണ്ടാൽ അറിയാം. പക്ഷേ ഹബീബായ നബി തങ്ങളെ ഉമ്മത്തിനെ കണ്ടാൽ ഇതൊരു മുഹമ്മദിയാണ്, ഇതൊരു നബി തങ്ങളെ ഉമ്മത്തിയാന്ന് കണ്ടാൽ അറിയോ സഹോദരന്മാരെ? നിങ്ങൾ പറയുന്ന അറിയോ? ഓരോരുത്തരും കണ്ടാൽ അറിയാം ഇതിന്ന കളിക്കാരൻ്റെ ആളാണ്, ഇതിന്ന നടന്റെ ആൾക്കാരാണ്, ഇയാളെ നടൻ ഇയാളാണ്, ഇയാളെ ഫാൻസ് ഇയാളാണ്. എല്ലാവരും കണ്ടാൽ അറിയാം നമ്മളെ ഫാൻസ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളാണ് ഇയാളെന്ന് നമ്മളെ കണ്ടാൽ അറിയോ സഹോദരന്മാരെ? നമ്മൾ ഏത് മുഖമായിട്ടാണ് നാളെ ഹബീബിനെ നാളെ ആഖിറത്ത് കാണുന്ന സഹോദരന്മാരെ? ദുനിയാവിന്റെ ഈ ചീഞ്ഞളിഞ്ഞ ഈ വസ്തുക്കൾക്ക് വേണ്ടി ഹബീബിന്റെ സുന്നത്തിന്റെ കഴുത്തിൽ കത്തി വെക്കുന്നവർ വല്ലാഹി നാളെ റബ്ബിന്റെ മുമ്പ് നിൽക്കുമ്പോൾ അവിടുന്ന് മനസ്സിലാവും സഹോദര, യൗമ യഅല്ലു ളാലിമു അലാ യദൈ. അക്രമിയായ ആൾക്കാർ അവരുടെ കൈകൾ കടിക്കുന്ന ദിവസം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യൗമ യഅല്ലു ളാലിമു അലാ യദൈ വയഖൂലുൽ കാഫിറു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا. ഖുർആൻ അല്ലാഹ് പറയാൻ വേറെ കൈകൾ കടിക്കുന്ന ദിവസം അല്ലാഹ് പറയാൻ യൗമ യഅല്ലു ളാലിം അലാ യദൈ, രണ്ട് കൈയും കടിക്കും. എന്നിട്ട് അവൻ പറയും, ഞാനെങ്ങാനും ഈ പ്രവാചകന്റെ മാർഗം പിന്തുടരുന്നെങ്കിൽ എത്ര നന്നായേനെ. യാ വൈലത്ത, എന്റെ നാശമേ. യാ വൈലത്ത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ആ ചങ്ങായിനെ എന്റെ നേതാവാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായനെന്ന് ഓരോ മനുഷ്യനും കൈകടിച്ച് നാളെ അള്ളാഹിന്റെ മുന്നിൽ പരിസരന്മാരെ. അന്ന് മനസ്സിലാവും നബി തങ്ങളുടെ സുന്നത്ത് എന്താണെന്ന്, അന്ന് മനസ്സിലാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ എന്താണെന്ന്. ഇന്ന് നമുക്ക് നാണക്കേടല്ലേ, ഇന്ന് നമുക്ക് മോശക്കേടല്ലേ നബി തങ്ങളുടെ സുന്നത്തും വെച്ച് നടക്കാൻ? ആളാണെന്ന് കണ്ട ഈ മുസ്ലിമാന്ന് പറയൽ നിങ്ങൾക്ക് നാണക്കേടല്ലേ? ഏത് റബ്ബിന്റെ കോടതിക്കാ സഹോദരൻ ഞാൻ നിങ്ങൾ പോവാൻ വിചാരിക്കുന്നത്? ഏത് റബ്ബിന്റെ കോടതിയിലേക്കാൻ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ജീവിതം മുഴുവനും കൊടുത്തത് ഈ ദീനിന് വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു സുന്നത്തുകൾ ലോകത്ത് നിലനിർത്താനായിരുന്നു. സുന്നത്ത് നമുക്കൊരു വിലയില്ല, ആണിന് വിലയില്ല, പെണ്ണിന് വിലയില്ല. നമ്മളെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കാൻ, നമുക്ക് ഇച്ഛക്കനുസരിച്ച് ജീവിക്കാൻ, എന്റെ മുഖത്തിന്റെ കോലം, എന്റെ ശരീരത്തിന്റെ കോലം, എന്റെ വസ്ത്രത്തിന്റെ കോലം തെരഞ്ഞെടുക്കാൻ എനിക്ക് എന്താ അവകാശമുള്ളത്? വ്യക്തമായി ജീവിതത്തിന് മാതൃകക്ക് വേണ്ടിയിട്ടല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി അയച്ചത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. അല്ലാഹു പറയാൻ ലഖദ് ലാം ഖദ് അറബിയിൽ വന്ന ഭയങ്കര കടുപ്പാണ്. ലഖദ് കാന ലക്കും, തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്, ഫീ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിലുണ്ട്, ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക ഉണ്ട്. ഏറ്റവും നല്ല മാതൃക റസൂലുള്ളാഹിയുടെ മാതൃക സഹോദര. ഇവിടുത്തെ സിനിമാ താരത്തിന്റെ അല്ല, ഇവിടുത്തെ വൃത്തികെട്ടവന്മാരുടെ അല്ല, ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് ജീവിക്കുന്നതിൽ ഏറ്റവും നികൃഷ്ടരും വൃത്തികെട്ടവരുമാണ് അവർ. അവരാണ് ഈ നാട്ടിൽ ഫിത്തനകളും ഈ നാട്ടിൽ ആഭാസത്തരങ്ങളും തോന്നിവാസങ്ങളും കൊണ്ട് നടക്കുന്നവർ. അതിന്റെ പ്രചാരകർ അവരാണ്. അവരെയാണ് ഞാൻ നിങ്ങളും കോലം കെട്ടുന്നത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ. എല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂൽ മാതൃകയില്ല, നല്ല പോലെ കേട്ടോളിൻ. എല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂൽ മാതൃകയില്ല. ലിമൻ കാന യർജുല്ലാഹ
അള്ളാനെ പ്രതീക്ഷിക്കുന്ന ആൾക്ക് മാത്രമേ മാതൃകയുള്ളൂ. ഓൻകെ മൂത്ത് താടി വെക്കാൻ കഴിയുള്ളൂ, ഓൻകെ റസൂലുള്ളാഹിനെ പിൻപറ്റാൻ കഴിയുള്ളൂ. സഹോദര, താടി മാത്രമല്ല, ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും ഓൻക്ക് അള്ളാനെ കാണണമെന്ന് പേടിയുള്ളവനാണ് സഹോദര. അല്ലത്തൊക്കെ എന്ത്, അവന് ഭൂമിയുടെ തൊലിപ്പുറത്ത് മൃഗങ്ങളെ പോലെ നാൽക്കാലികളെ പോലെ തിന്നുകുടിച്ച് സുഖബോധിച്ച് ജീവിച്ചാൽ മതി. അള്ളാനെ കാണണമെന്ന് പേടിയുള്ളവരുണ്ടല്ലോ. ലിമൻ കാന യർജുല്ലാഹ്, അള്ളാനെ കാണണമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ, വൽ യൗമിൽ ആഖിർ, ഇതൊക്കെ വിചാരണ ചെയ്യുന്ന ഒരു അന്ത്യനാളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ പറയുന്നത്. അള്ളാഹു പറഞ്ഞത് അവരോടാണ്, റസൂലുള്ളാഹിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന്. ആ റസൂലിനെ വിട്ടിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല സഹോദരന്മാരെ. ഇവിടെ ഏത് പാർട്ടിന്റെ ആളാവാം, ഏത് ആൾക്കാരും കൂട്ടത്തിലാവാം, അള്ളാന്റെ റസൂലിനെ കൂടാതെ സ്വർഗത്തേക്ക് കയറാൻ നിങ്ങൾ ആരും വിചാരിക്കണ്ട, ഒരിക്കലും വിചാരിക്കണ്ട. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, കളിയാക്കൽ ഉണ്ടാവും, കുത്തുവാക്കുകൾ ഉണ്ടാവും. ഇതെല്ലാം മുഅ്മിന് അനുഭവിക്കാനുള്ളത്. അബൂജഹൽ, അബൂലഹബ് ഓരൊക്കെ സുഖമായിട്ട് ജീവിച്ചു. അതിന്റെ കൂട്ടത്തിൽ സഹാബാക്കൾക്കും ജീവിച്ചുകൂടായിരുന്നോ ഒരു കലിമ പറഞ്ഞിട്ട്? ഇല്ല. എന്തുകൊണ്ട് അബൂജഹൽ കലിമ പറഞ്ഞില്ല സഹോദരന്മാരെ? എന്തുകൊണ്ട് അബൂജഹൽ കലിമ പറഞ്ഞില്ല? അബൂലഹബ് എന്തുകൊണ്ട് കലിമ പറഞ്ഞില്ല? ഓർക്ക് എന്താ കലിമ ഉച്ചരിക്കാൻ മടി ഉണ്ടായിട്ടാ? അല്ല. ഓർക്ക് ദീൻ ശരിയല്ല എന്ന് അറിഞ്ഞിട്ടാ? അല്ല. ഓർക്കറിയാം ഈ കലിമെങ്ങാനും പറഞ്ഞാൽ പിന്നെ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നമാതിരി നമ്മള് ജീവിക്കേണ്ടി വരും. ഈ നാട്ടിൽ നേതാവായി ജീവിക്കണ ഈ അബൂജഹലായ ഞാൻ എങ്ങനെ എന്റെ ഈ ചെറിയവനായ ഈ മുഹമ്മദിനെ, വാപ്പിയും ഉമ്മിയൊന്നും ഇല്ലാത്ത ഈ യതീമായ ഇവനെ ഞാൻ അനുസരിക്കുക? അത് നടക്കൂല. ഇതെന്നല്ല സഹോദരന്മാരെ നിങ്ങൾ മനസ്സിന്റെ സ്ഥിതി. സുന്നത്താണെന്ന് 100 വട്ടം അറിയില്ല നമുക്ക്. ഒരു ഹദീസല്ല, 2 ഹദീസല്ല, 3 ഹദീസല്ല, 4 ഹദീസല്ല, 5 ഹദീസല്ല, 6 ഹദീസല്ല, 7 ഹദീസല്ല, 8 ഹദീസല്ല, 9 അല്ല, 10 അല്ല, 11 അല്ല, 12 അല്ല, ഡസനായി. ഇതിന്റെ അപ്പുറത്തേക്ക് സഹീഹ് ഹദീസ് ഞങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ഞാൻ തരാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മുഅ്മിനോട് പറഞ്ഞു, നീ മുഅ്മിനാണെങ്കിൽ, ജിന്നെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നീ നിന്റെ മുഖത്ത് താടി വെക്ക്, ഖസ്സു ശാരിബ്, മീശ വെട്ട്, വഅഫുൽ ലുഹ, താടിയെ വിട്ടേക്ക്, ഖാലിഫുൽ യഹൂദ വൻ നസാറ, ജൂത നസാറാക്കളോട് നിങ്ങൾ എതിരായി. അല്ലാഹുമ്മ അഹ്ലികിൽ യഹൂദ്, അല്ലാഹുമ്മ അലൈക ബിസനാദീദിൽ യഹൂദി വൻ നസാറ എന്ന് പറയും. ആമീൻ ആമീൻ നമ്മൾ പറയുന്നുണ്ട്. ജീവിതം ജൂതനെ പോലെ നുബുവത്തിന്റെ ആവോണ്ട് പറഞ്ഞതല്ലേ ഖാലിഫുൽ യഹൂദ വൻ നസാറ, നീ മീശ വെട്ട്, താടിയെ വിട്ടേക്ക്, ജൂത നസ്രാനിനോട് എതിരാവുന്നു. പിന്നെന്താ നീ ജൂതനെ പോലെ ആയത്? നീ എന്തുകൊണ്ട് ജൂതനെ പോലെയായി? നീ ഭൗതിക ജീവിതത്തിന്റെ തൊലിപ്പുറത്ത് ഇതിന്റെ സുഖങ്ങൾ ആസ്വദിച്ച് ഇതിന്റെ നീരും കുടിച്ച് ജീവിക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ നാളെ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ ഇതിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വരും. ആരാണ് നീ പേടിക്കുന്നത്? നമ്മൾ ആരാണ് പേടിക്കുന്നത് സഹോദരന്മാരെ? ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എത്ര കാലം ഈ ജീവിതമുണ്ട്? സുന്നത്തല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാനുള്ളതല്ല. ഒരൊറ്റ സഹാബി മരുന്നിൽ ചേർക്കാൻ ഒരു സഹാബിനെ ലക്ഷക്കണക്കിന് സഹാബാക്കളുണ്ട്. ഇമാം യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം അനുസരിച്ച് 2 ലക്ഷത്തോളം സഹാബാക്കളുണ്ട്. 2 ലക്ഷത്തോളം സഹാബാക്കൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയം ഏതെങ്കിലും ഒരു സഹാബി താടി വടിച്ചതായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മാതിരി ആയിക്കോളാം. നിങ്ങൾക്ക് ആരാണ് മാതൃക? നല്ലപോലെ ആലോചിച്ചോളി. ഇതൊരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ്. ഇത് റമദാനാണ്. അടുത്ത റമദാൻ നിങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല, ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ എന്റെ കാര്യം തുറന്നു പറയാൻ, സുന്നത്തുകൾ വെറും താടി മാത്രമല്ല, ഓരോ സുന്നത്തുകളും താടി വരട്ടെ, ബാക്കിയുള്ള വന്നോളും. കാരണം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചൊറിച്ചിലുണ്ടാണ് താനാണ് താടി. വേറെയൊക്കെ റെഡിയാണ്. ഒരു ചൊറിച്ചിൽ, 3 ചൊറിച്ചിൽ എന്തായാലും ഉണ്ടാവും. ഒരാൾ താടി വെച്ച് വരുമ്പോൾ 3 ചൊറിച്ചിൽ. ഒന്ന് സ്വന്തം ചൊറിച്ചിൽ, 2 പെണ്ണുങ്ങൾക്ക് ചൊറിച്ചിൽ, പിന്നെ നാട്ടുകാർക്ക് ചൊറിച്ചിൽ. ഈ 3 ചൊറിച്ചിലിനെ തരണം ചെയ്താൽ ഒരാൾക്ക് ആ സുന്നത്ത് കിട്ടുള്ളൂ. വല്ലാഹി ഉറപ്പിച്ചോ നിങ്ങൾ ആ കാര്യം. ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു. ഒരു മനുഷ്യൻ താടി വെക്കലോട് കൂടി തന്നെ അയാളുടെ ജീവിതത്തിന്റെ പരിവർത്തനം ഉണ്ടാവും. അയാളുടെ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും. നമുക്കത് അറിയാത്തോണ്ടാണ്. ഞാൻ ഡൽഹിയിൽ പോയ സമയം ഒരു CD ഇങ്ങനെ കണ്ടു. ദുനിയ और आखिरत की कामयाबी दीन में है, ദുനിയാവിന്റെ ആഖിറത്തിന്റെ വിജയം ദീനിലാണ് എന്ന് പറഞ്ഞ CD ഇങ്ങനെ കണ്ടു. അത് കുഴപ്പമില്ല, ടൈറ്റിൽ ഓക്കെയാണ്. പക്ഷെ അതിന്മേൽ കൊടുത്ത ചിത്രം എന്താ പറഞ്ഞാൽ ഒരു ബാറ്റ്, സ്റ്റെമ്പ്, ബോള് ഇങ്ങനെ കൊടുത്തു. ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഇത്? ദുനിയ और आखिरत की कामयाबी दीन में है, പിന്നെ സ്റ്റെമ്പും ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു ആ CD തരായിരുന്നു. ആ CD വാങ്ങിയാൽ അപ്പൊ നോക്കുമ്പോൾ ഇതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. CD കേട്ടപ്പോൾ നമ്മൾ അയൽ രാജ്യത്തുള്ള ഒരു കളിക്കാരനാണ്. അയാൾ സംസാരിക്കാണ്, ക്രിക്കറ്റ് കളിക്കാരൻ. നിങ്ങൾക്കൊക്കെ ആളെ പേരറിയാം. അയാളെ സംസാരമാണ്. അയാൾ മദീനയിൽ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ മദീനയിൽ കുറച്ച് സമയം കൊടുത്തപ്പോൾ ഏതോ റൂമിൽ നിന്ന് കൂട്ടുകാരായിട്ട് സംസാരിച്ചത് ആരോ മൊബൈലിലോ മറ്റോ റെക്കോർഡ് ചെയ്തിട്ട് അത് വിട്ടതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്,
അതിൽ അദ്ദേഹം ജീവിതത്തിൽ നിങ്ങൾ ആലോചിക്കി, നമ്മൾ ആ പഴയ മൈതാനം ജീവിച്ചാൽ മതിയോ? അവൻ പറഞ്ഞു, ഞാൻ ലണ്ടനിലേക്ക് കളിക്കാൻ വേണ്ടി പോയി, 8 ലക്ഷം റുപ്യന്റെ മ്യൂസിക് ഉപകരണമായിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നത്. എത്ര? 8 ലക്ഷം റുപ്യന്റെ പെരല്ല, 8 ലക്ഷം റുപ്യന്റെ. എന്നിട്ട് ഞാൻ ഭയങ്കര ഫഹർക്കി തോർപ്പർ, ഞാൻ ഭയങ്കര അഭിമാനത്തോടെ ആൾക്കാരോട് പറഞ്ഞിരുന്നു, എന്ത് മ്യൂസിക് വരുന്ന ആൾക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചുപോക്കുണ്ടായപ്പോഴാണ് മനസ്സിലായത് ഞാൻ എത്ര വലിയ നാറിയായിരുന്നു, എത്ര വലിയ മോശക്കാരനായിരുന്നു. ഞാൻ സുന്നത്തിനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇന്ന് ഞാൻ താടി വെച്ചു, താടി എത്ര ഇസ്സത്തുള്ളതാണെന്ന് ഞാൻ വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നോട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, കോൺസ മൗലാന ഹേ, ഇത് ഏത് മൗലാനാണെന്ന് ചോദിക്കാൻ തുടങ്ങി ആൾക്കാരോട്. സുന്നത്ത് വരുമ്പോ അയാൾ പറയുന്നത് ഇസ്സത്ത് എത്ര കൂടിന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്ക് അത്ര ഇസ്സത്ത് കൂടിന്ന്. ഓരോക്കെ ഓരോ ജീവിതത്തെ മാറ്റുന്നു. നമ്മളിപ്പോഴും ഈ ദുനിയാവിന്റെ താൽക്കാലികമായ ആരും നമുക്ക് പേടിയില്ല. നമുക്ക് എല്ലാരെയും പെണ്ണുങ്ങളെ പേടിയാണ്, അമ്മോസാക്കനെ പേടിയാണ്, അമ്മായിമാനെ പേടിയാണ്, ചങ്ങായിമാരെ പേടിയാണ്. ഒരു നിബിധങ്ങളെ സുന്നത്ത് എടുക്കുമ്പോൾ നമ്മൾ ഭീരുവാണ്. സുന്നത്ത് വരട്ടെ ജീവിതത്തിൽ, സുന്നത്ത് വരട്ടെ ജീവിതത്തിൽ. ഒരു മുഅ്മിന്റെ, ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ ഒരു ഷിയാറാണ്, ഒരു ഷിയാറാണ് താടി. ഓരോ ജീവിതത്തിൽ ഓരോ രംഗങ്ങളിലും വെറും ഒരു താടി മാത്രമല്ല, മനുഷ്യന്റെ വസ്ത്രം ഒന്ന് ഇരണിക്ക് തായാക്കാൻ പാടില്ല. വൈൽ ബോധമുള്ളവനായിരിക്കണം. ഓന്റെ വസ്ത്രത്തിൽ, ഓന്റെ ഔറത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എന്നൊക്കെ ചില ബാക്കിൽ സത്ത് നിസ്കരിക്കാൻ പറ്റൂല. അങ്ങനത്തെ പാന്റ്, അങ്ങനത്തെ കുപ്പായം, ഫുള്ള് തൊടന്റെ അളവ് കറക്റ്റ് കിട്ടും, അങ്ങനത്തെ ടൈറ്റ് ഫിറ്റ്. ആർക്കും വേണ്ട സൗരന്മാരെ നമ്മൾ ജീവിക്കണേ? അതുകൊണ്ട് ജീവിതത്തിൽ തിരിച്ചുപോക്ക് ആവശ്യം സൗരന്മാരെ, ഇല്ലെങ്കിൽ ഈ അവസ്ഥയെ മരിക്കും. താടിന്റെ സുന്നത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ഉറങ്ങുമ്പോ, കുളിക്കുമ്പോ, നടക്കുമ്പോ, കിടക്കുമ്പോ, ഓടുമ്പോ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ ഒരുവിധം സുന്നത്തൊക്കെ ഞാൻ മരിച്ചാൽ തലകെട്ടെടുത്ത് വെക്കും, തൊപ്പിയെടുത്ത് വെക്കും, ജുബ്ബയിച്ച് വെക്കും, ഒക്കെ വെക്കും. പക്ഷേ എന്നെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ, എന്നെ മയ്യത്തുങ്ങൾ കാണുമ്പോൾ, എന്റെ മയ്യത്തുങ്ങൾ കുളിപ്പിക്കുമ്പോൾ, എന്നെ കഫനറി പൊതിയുമ്പോൾ, എന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ, എന്നെ ജനാസ നിസ്കരിക്കുമ്പോൾ, എന്റെ കവറിലെടുത്ത് വെക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സുന്നത്താണ് എന്ത്? ഇതൊരു മുഅ്മിന്റെ നിശാനാണ്, ഒരു മുഅ്മിന്റെ ഷിയാറാണ്. ഞാനൊരു മുഅ്മിനാണ് എന്ന് പറയും. നമ്മളൊക്കെ ഭയങ്കര സംഭവമാണ്, പക്ഷെ ഞാനൊരു മുഅ്മിനാന്ന് പറയാൻ നമുക്ക് പേടിയാണ്. ആരെ നമ്മൾ പേടിക്കുന്നത്? അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് ശുപ്പാനഹി സക്ത, മുഹമ്മദ് റസൂലുള്ള ഒളിപ്പിക്കാൻ കഴിയില്ലട്ടോ. നമ്മൾ ധാരണ പറയാം, ആക്കെ ഹൃദയത്തിലുള്ള താടിയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ വരിക, എല്ലാ വെള്ളിയാഴ്ച ഹൃദയത്തിൽ ഇങ്ങനെ വെട്ടല. സാർമാരെ, ഹൃദയത്തിൽ മുളക്കുന്ന സാധനത്തിന്റെ പേരല്ല താടി. ഹൃദയത്തിൽ സുന്നത്ത് മുളക്കും, താടി പുറത്തു വരും. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ശുപ്പാനഹി സക്ത അത് ഒളിപ്പിക്കാൻ പറ്റൂല, അത് ഒളിപ്പിക്കാൻ പറ്റില്ല. കണ്ടാൽ അറിയാം ഇതാരാണ്, ഇതൊരു മുഹമ്മദ് സലാസങ്ങൾ ആളാണ്. നമുക്ക് അതിന് ധൈര്യമില്ല സഹോദരന്മാരെ. നമ്മൾ ആരെ പേടിക്കുന്നത്? നമുക്ക് ജീവിതത്തിനോട് അമിതമായ കൊതിണ്ട്. അതന്നെയാണ് നമ്മൾ ആഖിറത്തിന്റെ തകർച്ചന്റെ ഒന്നാമത്തേത് അതാണ്. നമുക്ക് ദുനിയാവിനോടുള്ള അമിതമായ ആർത്തി, അലച്ചിൽ. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ മേൽ വിശന്ന് വലഞ്ഞൊട്ടിയ ഒരു തളികയിലേക്ക്, വിശന്ന് വലഞ്ഞൊട്ടിയ ഒരു സമുദായം ഭക്ഷണ തളികയിലേക്ക് ആർത്തിയോട് കൂടി ചാടി വീഴുന്നത് പോലെ എന്റെ ഉമ്മത്തിന്റെ മേൽ ചാടി വീഴും. സഹാബക്കൾ അത്ഭുതത്തോട് ചോദിച്ചു, അന്നത്തെ ദിവസം ഞങ്ങൾ കുറവായിരിക്കുമോ, ആൾക്കാർ കുറവായിരിക്കുമോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അല്ല, ബൽ അൻതും കസീർ, നിങ്ങളൊന്ന് ഭയങ്കര കൂടുതലുണ്ടാവും. വലാകിന്നകും ഉസാഉം കൗസാഇ സൈൽ, മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെയൊക്കെ നിങ്ങൾ ഉണ്ടാകുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശത്രുക്കളോടുള്ള ഭയം നാം എടുത്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ ശത്രുക്കളോടുള്ള ഭയം നാം വിട്ടുതരും. നിങ്ങളോടുള്ള ഭയം ശത്രുക്കളുടെ ഹൃദയത്തിൽ നാം എടുത്തു കളയുകയും ചെയ്യും. ശത്രുക്കളോടുള്ള പേടി നിങ്ങളെ ഹൃദയത്തിൽ തരും, നിങ്ങളോടുള്ള ഭയം ഓരോ ഹൃദയത്തിൽ ഉണ്ടായി അത് നാം എടുത്ത് ഒഴിവാക്കുകയും ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൻ പിടിപെട്ടിട്ടുണ്ട്, അവർക്ക് വഹന് കുടുങ്ങിയിട്ടുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, ഫമൽ വഹൻ യാ റസൂലല്ലാഹ്, എന്താ ഈ വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം, മരണത്തിനോടുള്ള വെറുപ്പ്. ഈ രണ്ട് കാര്യം ഉണ്ടായാൽ വിശന്ന് വലഞ്ഞൊട്ടിയ ഒരു സമുദായം ഭക്ഷണ തളികയിലേക്ക് ചാടി വീഴുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ മേൽ ചാടി വീഴാൻ ആളുണ്ടാവും. ഞാൻ നിങ്ങളും ദുനിയാവിന്റെ കൊതിയിലും അലച്ചില്ലുമാണെങ്കിൽ സഹോദരന്മാരെ, സ്നേഹന്മാരെ, അതിന് ജീവിതത്തെ മാറ്റണം, അള്ളാഹുവിലേക്ക് തിരിയണം. ദുനിയാവിനല്ലെങ്കിൽ നാളെ വിട്ടിട്ട് പോകും സഹോദരന്മാരെ. ഈ ബാക്കിയുള്ള സുന്നത്തും ബാക്കിയുള്ളൊക്കെ എവിടെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആരെ നമുക്ക് പേടി? നമ്മൾ ആരും പേടിക്കേണ്ട സഹോദരന്മാരെ? മുഅ്മിൻ ഓൻ മരണത്തെ പേടിക്കാത്തവനാണ്. ഓൻ ജീവിക്കാൻ വേണ്ടി വന്നവനല്ല, ഓൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉഹദിന്റെ താഴ്വരയിൽ ഉഹദ് നടക്കാൻ വേണ്ടി പോകാൻ അവരുടെ 4 ആൺമക്കളെ, യുവാക്കളായ 4 ആൺമക്കളെ വിളിച്ചിട്ട് ഒരു പെണ്ണ് പറയാൻ,
ഖൻസ റളിയല്ലാഹു അൻഹ ഒരറിയപ്പെട്ട കവയത്രിയായിരുന്നു, ടോപ്പ് കവിത എന്നൊരു ആ സ്ത്രീ പറയാൻ 4 മക്കളെ വിളിച്ചിട്ട് പറയാൻ, ഇതാ നാളെ ഉഹദ് നടക്കാൻ വേണ്ടി പോവാൻ, നാളെ ഹക്കും ബാത്തിലും തമ്മിലുള്ള യുദ്ധം നടക്കാൻ വേണ്ടി പോവാൻ. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കും, ഞാൻ നിങ്ങളെ വാപ്പയെ വഞ്ചിച്ചിട്ടില്ല, നിങ്ങളുടെ മാമമാർക്ക് അമ്മാമ്മമാർക്ക് ഞങ്ങൾ അപമാനം ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ സ്വന്തം മക്കളാണ്, ഞാൻ അതിലൊരു കളങ്കവും വരുത്തിയിട്ടില്ല. ഞാൻ നിങ്ങളെ പെറ്റ് പോറ്റി പാല് തന്ന് വളർത്തി യുവത്വത്തിലെത്തിച്ചത് എന്തിനാ നിങ്ങൾക്കറിയോ? ഇതുപോലെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. നാളെ ഉഹദ് നടക്കും, ശക്തമായ നിലയിൽ നിങ്ങൾ മുന്നേറണം, ഓരോരോ ശത്രുക്കളോട് നിങ്ങൾ അടരാടണം. അങ്ങനെ ശത്രുക്കളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി തള്ളിക്കയറി ശത്രുക്കളുമായി വാൾപ്പാറ്റ് നടത്തി അങ്ങനെ അവസാനം ശത്രുക്കളുടെ വാളുകൾക്ക് ഇരകളായി താഴെ വീണ് രക്തം വാർന്നൊലിച്ച് നിങ്ങൾ ഷഹീദാവണം. എന്നിട്ട് നാളെ റബ്ബിനോട് എനിക്ക് പറയണം, 4 ഷഹീദിന്റെ ഉമ്മയാണ് ഞാൻ എന്നിക്ക് എന്റെ റബ്ബിനോട് പറയണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പോറ്റിയത് എന്നൊരു ഉമ്മ ഉഹദിന്റെ തലേ ദിവസം ഖൻസ റളിയല്ലാഹു അൻഹ പറഞ്ഞു. സഹോദരൻ, ഒരു മുഅ്മിന്റെ ജീവിതത്തിന്റെ മഖ്സദ് ഇതാണ്. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കും സഹോദരാ? മണിമാളികകളും ബിൽഡിങ്ങുകളും അമ്പരചുംബികളായ വിരാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ എന്തിനു ജീവിക്കുന്നു? ജീവിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ, അവന്റെ ദീൻ, ഇതിനു വേണ്ടി ജീവിക്കേണ്ടവരാണ് നമ്മൾ. ദുനിയാവിന്റെ അവസ്ഥകൾ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ വതകുലൂന തുറാസ അക്ലൻ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. 2 കാര്യം അല്ലാഹു പറഞ്ഞു. അനന്തരാവകാശ സ്വത്ത് അടക്കി പിടിച്ച് തിന്നുക, ഇന്നത്തെ ഏറ്റവും വലിയൊരു രോഗമാണത്. സമ്പത്തിനോട് ആദ്യമായ ആർത്തി. സാർമാരെ സ്നേഹമാരെ, അതാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ സാർമാരെ മടങ്ങി തൗബ ചെയ്യും, കരീൻ, ജീവനും തീരുമാനിക്കും. ഇത്ര കൊല്ലം പോയി, ഇനിയുള്ള ഓരോ ദിവസമാണെങ്കിൽ ആ ഓരോ ദിവസം ഞാൻ എന്റെ അള്ളാഹുന്റെ റസൂലിനും വേണ്ടിയിട്ട്, അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ലക്ഷ്യമില്ല. ഉമ്മായാലും ബാപ്പായാലും ആരായാലും ഉടമസ്ഥനായ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ഒരടിമ നിങ്ങൾ അനുസരിക്കണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളോട് കീഴ്വഴക്കല്ല, ഉമ്മാവട്ടെ വാപ്പാവട്ടെ, ഓരൊക്കെ അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞിട്ടുള്ള സ്ഥാനം എടുക്കൊള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കണം. താടി പ്രശ്നമാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല, ഉമ്മ പ്രശ്നമാണെങ്കിൽ ഉമ്മ ആ വഴിക്ക് നീങ്ങാം, വാപ്പക്ക് പ്രശ്നമാണെങ്കിൽ വാപ്പക്ക് ആ വഴിക്ക് നീങ്ങാം. ഞാൻ എന്റെ അള്ളാഹുന്റെ റസൂലിന്റെ വഴിയിലൂടെയാണ് പോണത്. അതിന് ആരൊഴിവാക്കേണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. അതല്ലേ സഹോദര ബദർ നടന്നത്? ബദറിൽ അതല്ല ഉണ്ടായത്. അബൂ ഉബൈദുൽ ജറാഹ് റളിയല്ലാഹു അൻഹു പിതാവായ അബ്ദുല്ലാഹി ഇബ്നു ജറാഹിനെ വെട്ടിക്കൊന്നില്ലേ? ഈമാനിന്റെ പേരിൽ ആരോടും ഒരു നിലയിലും വിട്ടുവീഴ്ചയില്ല. അള്ളാഹുന്റെ റസൂൽ, അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയില്ല. ഇങ്ങോട്ട് നമ്മൾ എത്തണം സഹോദരന്മാര്. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ദുനിയാവിന്റെ മുഴുവൻ പൂതിയും കഴിഞ്ഞ് ആൾക്കാരെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അള്ളാഹുന്റെ റസൂലിനും കൊടുക്കാന്നാണ് നമ്മളെ വിചാരെങ്കിൽ സഹോദരന്മാരെ സ്നേഹന്മാരെ, ആഖിറത്തിൽ എത്തുമ്പോൾ അള്ളാഹ് നമ്മളെ പഠിപ്പിക്കും. അള്ളാഹ് നമ്മളെ കാക്കുമാറാവട്ടെ. അവിടെ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. ഓരോ സുന്നത്തും കണ്ടെത്തി ജീവിതത്തേക്ക് കൊണ്ടുവരും. അതിൽ ഒരാളെ സാർമാരെ ദുനിയാവിന്റെ അവസ്ഥ എന്താ? ഏത് കോല ആൾക്കാർ കെട്ടാൻ റെഡിയാണ്, ആണോ അല്ലേ? ഏത് കോളം കെട്ട ബാർബർ ഈ പണിയെടുക്കുന്ന പയ്യന്മാരോട് ഹെയർ കട്ടിങ് ചെയ്യുന്ന ചെക്കന്മാരോട് ചോദിച്ചാൽ മതി. ഹെയർ കട്ടിങ് ചെയ്യുന്ന ചെക്കന്മാര് കത്തിയോണ്ട് ചിത്രം വരക്കാൻ. ഞാനൊരു ഷോപ്പ് കയറി മുടി കട്ട് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. അവസാനം ഇറങ്ങിപ്പോയി, കാരണം നിസ്കാരത്തിന്റെ സമയമായി. ഒരു ചങ്ങായി വെട്ടിയോണ്ടിക്കുന്നുണ്ട്, ഓനങ്ങനെ വരക്കാണ്. ഓന്റെ ഇവിടെ താടിന്റെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു സൈസ് കോലം നല്ലൊരു മനുഷ്യനെ. ഈ ഒരു ഊച്ചാന്താടി കണ്ടില്ല നിങ്ങൾ? ഇവിടെ ഇങ്ങനെ ഒരു അതിന് വേണ്ടി ഒരാൾക്ക് സുന്നത്തായി 4 രോമ ഇവിടെ ഒന്നുള്ള എല്ലാവരും പറയും എന്ത് താടി അത്. നേരെ മറിച്ച് ഓമ്പടെ കൊണ്ടുവന്ന് ഊച്ചാന്റെ ഒരു 3 താടി വെച്ചാൽ അത് ലോകത്ത് ഭയങ്കര സംഭവം. മുടി 4 അങ്ങോട്ട് വെച്ചു. ഇവിടെ ഇളനീ ചെത്തിയമാരൊക്കെ മുടി നന്നായിട്ട് പഠിച്ച് ഒക്കെ ഭയങ്കര. അത് ഉമ്മാർക്ക് പ്രശ്നമില്ല, വല്യമാർക്ക് പ്രശ്നമില്ല, ആർക്ക് പ്രശ്നമില്ല. ഇതിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ, സുന്നത്തിന്റെ ഏറ്റവും വലിയ കഠിനമായ ശത്രുക്കൾ സഹോദരിമാരാണ്. ഓരാണ് ശൈത്താൻ വേഗം കയറി പിടിക്കുക. കാരണം ശൈത്താൻ എളുപ്പമുള്ള മരം, പാഞ്ഞേറാൻ പറ്റിയ മരം ഏതാണ്? സ്ത്രീകളാണ്. അതുകൊണ്ടാണ് ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ഉടനെ ആര് കൂടും? ശൈത്താൻ കൂടുന്നു. ഈ സ്ത്രീകളെ പിടിക്കുക. പാവങ്ങൾ അയറ്റങ്ങൾക്ക് അറിയില്ല, അയറ്റങ്ങൾ സുന്നത്തിന്റെ വിരോധികളായി. ശൈത്താൻ അവരെ സുന്നത്തിന്റെ വിരോധികളാക്കി. ബോംബെയിൽ ഒരു പയ്യൻ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്, ചെറുപ്പക്കാരനാണ്, ഒരു 10, 18, 20 വയസ്സോ മറ്റോ ആയതാണ്.
ഓൻ കോളേജ് ക്യാമ്പസിൽ അടിച്ചുപൊളിയിട്ട് നടക്കുകയാണ്. ഇങ്ങനെ ഉച്ചാന്താടി മറ്റേ ഇതൊക്കെ ആയിട്ട് മോഡൽ ഉണ്ടാക്കി നടക്കുന്ന ചെക്കൻ. ആരോ ഓനെ കണ്ടു, ചെറുപ്പക്കാരൊക്കെ കണ്ട് ഓൻ അള്ളാഹ് ആഖിറൊക്കെ പറഞ്ഞെടുത്തു. ഓൻ അവസാനം ഒരു 2-3 ദിവസം അള്ളാന്റെ മാർഗത്ത് മസ്ജിദിൽ പോയി കഴിഞ്ഞു. അള്ളാഹ് ആഖിറം ഖബർ നബിതങ്ങൾ സാഹസങ്ങളെ സുന്നത്തിന്റെ മഹത്വം അതൊക്കെ കേട്ടു ഒരു 3 ദിവസം കൊണ്ട്. ഓൻ തിരിച്ചെന്നപ്പം ഓന്റെ പേരൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിന്. ഓന്റെ അവസ്ഥകൾ പിന്നെ ഓൻ ഹോസ്റ്റലിലാണ് വന്നത്. ഹോസ്റ്റലിൽ വന്ന് ഓന്റെ താടി പിന്നെ പഠിക്കൽ ഒഴിവാക്കി. ചെറിയ ചെറിയ താടികൾ വന്നു, ചെറിയ ലൈറ്റ് താടി ഇങ്ങനെ വന്നിന്. ആ സമയത്ത് സ്കൂൾ വെക്കേഷൻ ഉണ്ടായപ്പം വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ഓന്റെ നാനി ജാൻ ഉണ്ട്. നാനി എന്ന് പറഞ്ഞാല് ഉമ്മന്റെ അമ്മ വീട്ടിലുണ്ട്, വല്യമ്മ. അപ്പൊ വല്യമ്മ ഇങ്ങനെ കണ്ടപ്പോ വല്യമ്മ പറഞ്ഞു, നാനിയൊക്കെ പറഞ്ഞ വയസ്സായ അംഗത്തിന്. അത് സ്ത്രീ പറയട്ടെ, ബേട്ട ഈ ക്യാ ഹേ മോനത് എന്താണ്, കിസ്ക തരീക്കായ ധാരം മാർഗാണ്, ഏത് മോഡലത്, കിസ്ക തരീക്ക അപ്നായ ആരോ മോഡലാ എടുത്തത്, ലഡ്കി നെഹിമിലേക്ക്. ചെറുപ്പക്കാരാകെ തെറ്റിക്കാനുള്ള ഒരു പണി അതാണ്, പെണ്ണ് കിട്ടൂല. ലഡ്കി നെഹിമിലേക്ക് പറഞ്ഞാൽ ചെറുപ്പക്കാരനോട് പറഞ്ഞു വല്യമ്മ ലഡ്കി നെഹിമിലേക്ക്. അപ്പൊ ഈ പയ്യൻ ഫുൾ ജോസിലുള്ളത്, അള്ളാഹ് റസൂലിന്റെ ഫിക്കറിലുള്ളത്. ഓൻ പറഞ്ഞു, നാനി ജാൻ मैं तो एक का तरीका को अपनाया है. ഞാൻ ഒരാളുടെ മോഡലാണ് എടുത്തത്. ഉസ്കോ അല്ലാഹ് ने बहुत बीवियां दिया है. ആ ആൾക്ക് അള്ളാഹു കുറെ സ്ത്രീകളെ കൊടുത്തിന്. ഓ അള്ളാഹ് കം സേ കം മുझे तो एक तो जरूर बजरूर देंगे. ആ അള്ളാഹ് എനിക്ക് ചുരുങ്ങിയത് എന്തായാലും ഒന്നെങ്കിലും എനിക്ക് തരും. കുറെ കല്യാണം കഴിച്ച ആളാണ്, കുറെ പെണ്ണുങ്ങൾ കിട്ടീന്. ആരാളെ ചര്യനെ ഞാൻ എടുത്തത്. വയസ്സായ വല്യമ്മ. സാധാരണ പറയലെന്നെ എന്താ പറഞ്ഞാ, താടി തൊപ്പറൊക്കെ പഠിച്ച ഒരു ഈമാൻ വെച്ച ബെറ്റയാണ്.